ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറ്, അപ്പോൾ അത് ഇവിടെ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം പേഴ്സണലായിട്ട്, നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ചെക്ക് ചെയ്യുക. ചാനലിൻ്റെ മെമ്പറായ ഉടനെ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ വീഡിയോ കാണാൻ. അപ്പോൾ ചാനലിൻ്റെ മെമ്പർ ആവുക, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താ ഉണ്ടാവുക, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഹലോ നമസ്കാരം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 6 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? സിറ്റുവേഷൻ ആണ് ഫൂൾ. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 3 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ്? 4 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് 2 ഓഫ് കപ്സ്. ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ എന്താണ്? നൈറ്റ് ഓഫ് സോർഡ്സ്. ആൻഡ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ഹയറോഫാന്റ്. ഇവിടെ ഔട്ട്കം ആണ് ഈ കാർഡ്. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ടോറസ് എനർജി. നിങ്ങളൊരു ടോറസ് പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ടോറസ് അല്ലച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യണ പേഴ്സൺ ആയിരിക്കാം. അതല്ലച്ചാൽ ഈ പേഴ്സൺ ഫിനാൻഷ്യലി നല്ല പൊസിഷനിലാണ്, എന്ന് വെച്ചാൽ അവർ കുറേ സ്റ്റേബിൾ എനർജിയിലാണ്. ഫിനാൻഷ്യലി എന്ന് മാത്രമല്ല, അവരുടെ എനർജിയും സ്റ്റേബിളാണ്. അവരുടെ ഇൻറ്റൻഷനും ഈ റിലേഷൻഷിപ്പിൽ കുറേ സ്റ്റെബിലിറ്റി ഉള്ള ഇൻറ്റൻഷൻ. പറഞ്ഞാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം സീരിയസ്ലി ആണ് ചെയ്യുക. ഇങ്ങനെ ടൈം പാസ് അത് അങ്ങനത്തെ ഒരു എനർജി അല്ല അവരുടെ. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. എന്താണ് ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി? 6 ഓഫ് വാൻഡ്സ്, 3 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി, ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. അതല്ല വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ കുറേ പോപ്പുലർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അതല്ല വെച്ചാൽ ആ പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു കുറേ പോപ്പുലർ പേഴ്സണാണ്, കുറേ ഫ്രണ്ട്ലി പേഴ്സണാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അവരുടെ ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ കുറേ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. 6 സോർഡ്സ് ആണ് ഈ പേഴ്സൻ്റെ എനർജി ഓവറോൾ. അവരുടെ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോൾ സ്റ്റെബിലിറ്റി വേണം, അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. ഈ സെപ്പറേഷൻ്റെ ഇടയ്ക്ക് അവരും നിങ്ങളെ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. ഓക്കെ, ഹാങ്ഡ് മാൻ, പൈസീസ് എനർജി. അപ്പോൾ അവർക്ക് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ വിചാരിച്ചു
ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അവർ വേഗം മൂവ് ഓൺ ചെയ്യുമെന്ന്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരും കുറേ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് ഇരുന്നു. പിന്നെ അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്, മാപ്പ് ചോദിക്കണം എന്നുണ്ട്, ഒരു പുതിയ സ്റ്റാർട്ട് വേണം എന്നുണ്ട്, അവർക്ക് വേറൊരു ചാൻസ് വേണം ഇവിടെ. ഓക്കെ, അപ്പോൾ ഫൂളാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ ചാൻസസ് കുറേ ഹൈ ആണ്. ഇൻഫാക്റ്റ് ഈ മാസം തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതല്ല വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ വഴിയുണ്ട് ഇവിടെ. പക്ഷേ പാഷൻ ഉണ്ട്, അപ്പോൾ പുതിയ ബിഗിനിങ് ഉണ്ട്, പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, സൺ ലിയോ എനർജി. ഇത് ഡെഫിനറ്റ്ലി ഒരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഒരുമാതിരി തന്നെയാണ്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഫീലിങ്സ് ഒരുമാതിരി തന്നെയാണ്. ആൻഡ് ഞാനിവിടെ റീകൺസിലിയേഷൻ്റെ എനർജി കാണുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ പേഴ്സണെ ജോലിയുടെ ത്രൂ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓഫീസിൽ മീറ്റ് ചെയ്ത ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കും നിങ്ങൾ രണ്ടാളും ജോലി ചെയ്യുന്നുണ്ടാവുക. അതല്ലാച്ചാൽ ഈ പേഴ്സണും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടണം എന്നുണ്ട്. പറഞ്ഞാൽ ഈ സിറ്റുവേഷനെ ആദ്യം റിന്യൂ ചെയ്യണം എന്നുണ്ട്, റീകൺസിലിയേഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സൺ കൂടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണം എന്നുണ്ട്. പക്ഷെ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ. ഓക്കെ, 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നേഷൻ ആയിട്ട് ഫീൽ ചെയ്യണു. നിങ്ങൾ ഒന്നും മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. എംപ്രസ് എനർജി എബണ്ടൻസിൻ്റെ എനർജിയാണ്, ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുണ്ടാവാം, അതല്ല വെച്ചാൽ നിങ്ങളൊരു സിംഗിൾ പേരൻ്റ് ആവാം. അപ്പോൾ അതും ഒരു പ്രോബ്ലം ആയിരിക്കാം. അത് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് അതും ഒരു വറി ഉണ്ട് ഒരു മനസ്സിൽ. അത് നിങ്ങളുടെ കുട്ടികൾ ഈ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ ഓൾറെഡി വേറൊരു പേഴ്സൻ്റെ കൂടെ മാരീഡ് ആണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവുക, അതും ഒരു പ്രശ്നമാണ്. ഈ പേഴ്സൺ സിംഗിൾ ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആവാം. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾ സിംഗിളാണ്, അങ്ങനെയും ആവാം. പക്ഷെ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ ഒരു വറിയുണ്ട്, മനസ്സിലൊരു പേടിയുണ്ട്, എന്താ വേണ്ട അറിയില്ല നിങ്ങൾക്ക്. 3 ഓഫ് വോൺസ് ആണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവർ ആക്ച്വലി വെയിറ്റ് ആണ് ചെയ്യണത് നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ട്, കോളിന് വേണ്ടിയിട്ട്. അവർക്ക് എവിടെയോ അറിയാം അത് ഈ സിറ്റുവേഷനിലൊരു റിന്യൂവൽ ഉണ്ട്. പറഞ്ഞാൽ അവർക്കൊരു ഫീലിംഗ് ഉണ്ട് അത് ഇത് ശരിയാവും എന്ന്. ഏസ് സോഡ്സ് അവർ ചിലപ്പോൾ നിങ്ങളെ ഒന്നും മെസ്സേജ് ചെയ്യില്ല വെച്ചാൽ ഇവരായിരിക്കും സഡൻലി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് കുറച്ചൊരു ഷോക്കിംഗ് സിറ്റുവേഷൻ ആവും. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഇവർ ഉടനെ മെസ്സേജ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം. ഒരു എൻഡിങ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങും വേണം. 4 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പോൾ 4 ഓഫ് കപ്സ് ഇവിടെ ഒരു ബോർഡായ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേറെ ഓഫേഴ്സ് ഉണ്ട്, വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ അല്ല ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സ് ഈ പേഴ്സൻ്റെ മുകളിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. 4 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? കിങ് ഓഫ് സോഡ്സ്. നിങ്ങൾ ഈ ഫീലിങ്സൊക്കെ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചാൽ ഈ ഇമോഷൻസൊക്കെ നിങ്ങൾ ആരോടും പറയാണ്ട് ഷെയർ ചെയ്യാണ്ടാണ് ഇപ്പോൾ ഇരിക്കണത്. നിങ്ങൾ ബിഹേവ് ചെയ്യണതും ആർക്കും മനസ്സിലാവില്ല നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വിഷമം ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, ഈ റിലേഷൻഷിപ്പിനെ റിന്യൂ ചെയ്യാൻ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, കുറേ സ്നേഹമുണ്ട്. 2 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? പേജ് സോഡ്സ്. അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയനും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അതല്ല വെച്ചാൽ അങ്ങനത്തെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഉണ്ട് വെച്ചാൽ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പോസ്റ്റ് സ്റ്റോറീസൊക്കെ നോക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ലവേഴ്സ്, ജെമിനി എനർജി. നിങ്ങളുടെ ആക്ഷൻ നൈറ്റ് സോഡ്സ്. അപ്പം നിങ്ങളും ഇപ്പോൾ അത്ര സമയം വേസ്റ്റ് ചെയ്യാണ്ട് നിങ്ങളും ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നായിരിക്കും എന്തെങ്കിലും മെസ്സേജ് വരിക. പക്ഷേ
ഇപ്പോൾ നടക്കാൻ പോണ ആക്ഷൻസും ഈവൻറ്റ്സൊക്കെ വേഗം ഉണ്ടാവും. ഇപ്പോൾ അത്ര ഡിലേ ഉണ്ടാവില്ല. ഓക്കെ, ഈ കാര്യത്തിൽ ഈ റീകൺസിലിയേഷൻ ഉടനെ ഉണ്ടാവും. ഈ മാസം തന്നെയാണ് ഉണ്ടാവുക. ടെമ്പറൻസ്, ഇവിടെ ബാലൻസ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഒരു മാരേജ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നത്. ഇവിടെ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഹൈറോഫാണ്ടാണ്. ഈ പേഴ്സണും അങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള തോട്ട്സ്. അവർ ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്. ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഫാമിലീനെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് സംസാരിക്കാൻ അവർ ശ്രമിക്കും. ഒരു പ്രപ്പോസൽ കൊണ്ടുവരാൻ നോക്കും. പറഞ്ഞാൽ അങ്ങനത്തെ എനർജിയിൽ ആണ് ഇത് പോകണത്. ഒരു മാരേജാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിയുടെ കൂടെ സംസാരിക്കാൻ നോക്കും. അവരെ ഈ റിലേഷൻഷിപ്പിന് ഓക്കെ ആണോ എന്ന്, അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനിൽ അവർ ആക്ഷൻ എടുക്കും. ഔട്ട്കം ഇവിടെ 7 ഓഫ് കപ്സ്. അപ്പോൾ ഔട്ട്കമിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഈ 7 ഓഫ് കപ്സ് ഓപ്ഷൻസിൻ്റെ എനർജിയുമാണ്. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് കപ്സ്? സ്ട്രെങ്ത്. അപ്പോൾ ടെംപ്ടേഷൻസ് കുറേ ഉണ്ട്, ഓപ്ഷൻസും കുറേ ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടാളും ഈ കൺഫ്യൂഷൻ ഇല്ല സ്റ്റേറ്റിന് പുറത്തു വരും. എന്നുവെച്ചാൽ സ്ട്രെങ്ത്ത്, ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ, മനസ്സിൻ്റെ ധൈര്യം, അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ രണ്ടാളും ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുക്കാൻ റെഡിയാവും. നിങ്ങളുടെ രണ്ടാളും റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷേ അതിനെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനത്തെ എനർജിയാണ് സ്ട്രെങ്ത്, ലിയോ എനർജി. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം. ഇപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണമെന്ന് നിങ്ങൾ മനസ്സിൽ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും ഒരു ബ്ലോക്ക് ഞാൻ കാണില്ല. ഈ മാസം നിങ്ങൾ ആലോചിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഇവിടെ റെന്യൂവൽ ഉണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ റെന്യൂവൽ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കും ഈ റിലേഷൻഷിപ്പിനെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയി ഫീൽ ചെയ്യണത്. നിങ്ങൾ രണ്ടാളും പിരിഞ്ഞാലും ഇവിടെ നിങ്ങൾ രണ്ടാളുടെ എനർജി പാഷനറ്റ് എനർജിയാണ് കുറേ. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ രണ്ടാളും എപ്പോഴും തിരിച്ചു വരിക. പറഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് നിങ്ങൾ പിരിഞ്ഞാലും നിങ്ങൾ തിരിച്ചു വരും. അങ്ങനത്തെ എനർജിയാണ് ഇവിടെ. ഈ ജന്മത്തിലല്ല വെച്ചാൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. അപ്പോൾ ക്ലിയർലി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ജെമിനി ഉണ്ട്, ലീബ്ര, ടോറസ് ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. ഇത് റെസൊനേറ്റ് അയച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക എന്ന് വെച്ചാൽ ഒരു നല്ല ക്ലിയർ ഡയറക്റ്റ് മെസ്സേജാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ക്ലെയിം ചെയ്യുക. ഐ ക്ലെയിംന്ന് മെസ്സേജസിൽ കമൻസിൽ ഇടുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.